പാട്ട് എപ്പോഴും ഈ സിനിമയിലൂടെ കടന്നു പോകുന്നതാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല പാട്ട്. ഇപ്പം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന പാട്ട് ആ സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ലല്ലോ. നമ്മുടെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രമേ നിലനിൽക്കൂ. ആഡംബരങ്ങൾ ആഘോഷകരമാണ്. അതെ, എല്ലാ ആഡംബര കാര്യങ്ങളും നമുക്ക് ആഘോഷിക്കാൻ കൊള്ളാം. ആലോചിക്കണമെങ്കിൽ അക്ഷരത്തിൻ്റെ ആ ആത്മാംശം വേണം. അതിൽ എം ജി ശ്രീകുമാർ താഴികക്കുടം തങ്കനിലക്കുടം സ്വാമിയേ എന്നിങ്ങനെ വെറുതെ ഡമ്മിങ് പാടിത്തന്നു. അപ്പോൾ ആദ്യമായി ഏകദേശം 12 വയസ്സ് വരെ സംസാരിക്കാതിരുന്ന കുട്ടി, അമ്മയെന്ന് പോലും സംസാരിക്കാത്ത കുട്ടി സാമവേദം നാവലുണർത്തിയ സ്വാമിയെ എന്നാണ് ആദ്യമായി സംസാരിച്ചത്. ഇതുപോലെ ഒരു 25 വർഷത്തിന് ശേഷം കുമ്പളങ്ങി നൈറ്റ്സ് പോലത്തെ നല്ല പടങ്ങൾ അടുത്ത തലമുറ കണ്ടിരിക്കാം. നമസ്കാരം. ഒരുമയിൽ ഒരു ഓണം. ഈ പറഞ്ഞതുപോലെ അതിജീവനത്തിൻ്റെ നാളുകളിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് അതിൽ നിന്നും കരകയറിയിരിക്കുന്നു. ഒരുപക്ഷെ 2018 നമ്മൾ ഇതുപോലെ ഒരു ദുരന്തത്തെ അതിജീവിച്ചതാണ്. എന്നാൽ ഇപ്പോൾ വയനാടിനെ കേന്ദ്രീകരിച്ചുണ്ടായ ഒരു വലിയ ദുരന്തം, അതിന് കയ്യും മെയ്യും മറന്ന് ആ വയനാടിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഓണം ഈ ഒരു ഘട്ടത്തിൽ അർത്ഥമാകുന്നത് ഒരുമയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് അങ്ങനെ ഒരു പേര് പോലും കൊടുത്തത്, ഒരുമയിൽ ഓണം എന്നുള്ള ഒരു തീം നമ്മൾ കൊണ്ടുവന്നത്. എന്തായാലും ഒരുമയിൽ ഓണത്തിൻ്റെ ഈ ഒരു ഓണവിശേഷങ്ങളിലേക്ക് ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാൻ അല്ലെങ്കിൽ സംവദിക്കാൻ എത്തുന്നത് മലയാള സിനിമാ രംഗത്തു നിന്നും അല്ലെങ്കിൽ മലയാള സാഹിത്യ ലോകത്തു നിന്നുമൊക്കെ ഉള്ള ഒരു അതികായനാണ്. പേരുകൊണ്ട് വളരെയധികം പ്രശസ്തനായ ശ്രീ രാജീവ് ആലുങ്കൽ. അദ്ദേഹം ചലച്ചിത്ര ഗാനരചയിതാവാണ്, സാഹിത്യകാരനാണ്, വാഗ്മിയാണ്, പ്രഭാഷകനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചു നേരം അദ്ദേഹവുമായി ഒന്ന് സംസാരിക്കാം. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ അതിജീവനമാണ്, ഒരുമയിൽ നിന്നുകൊണ്ട് ഒരു അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കടന്നു പോവുകയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുമ്പൊന്നും കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഈ 2018 ശേഷം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓരോ ഓണത്തിന് മുമ്പാണ് മഴക്കാലം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണം പലപ്പോഴും കടപുഴക്കി എറിയുന്ന കാഴ്ചകളുമാണ് നമ്മൾ കാണുന്നത്. 2018 ശേഷം നമ്മൾ ശരിക്കും ഒരു ഓണം ആഘോഷിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഈ കോവിഡിൻ്റെ ഒരു നാളുകൾ കഴിഞ്ഞുള്ള ഒരു ഓണമായതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു മങ്ങലുണ്ടായിരുന്നു. ഇക്കുറി എന്തായാലും വിപുലമായൊരു പ്രൗഢമായൊരു ഓണാഘോഷമാണ് എല്ലാവരും സ്വപ്നം കണ്ടിരുന്നത്. അപ്പോഴാണ് നനച്ചിരിക്കാതെ വയനാടിനെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ദുരന്തം വരുന്നത്. എന്താണ് ഇതൊക്കെ? ഈ പ്രകൃതിയുമായി ഏറ്റവും കൂടുതൽ സംവദിക്കുന്നവരാണ് കവികളെന്ന് പറയാറുണ്ട്. രാജീവേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? ഒരു 10-15 വർഷമായിട്ട് ഓണം മഴയത്തായിരുന്നു. നല്ല മഴയാണ് ഓണം. വല്ലാത്ത മഴയത്ത് സമ്മേളനങ്ങൾ നടക്കാറില്ല, ആഘോഷം നടക്കാറില്ല. അപ്പോൾ നമ്മൾ മഴയെ വല്ലാതെ വെറുത്തു തുടങ്ങിയപ്പോഴാണ് പേമാരി നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോവിഡ് വന്നു. ഇപ്പോൾ ഇങ്ങനെ ഈ വയനാട് ഇതുപോലൊരു ദുരന്തം ഉണ്ടായി. ഈ സമയങ്ങളിലൊക്കെ മലയാളി ഒറ്റക്കെട്ടാണെന്ന് ലോകത്തെ അറിയിക്കാനുള്ളൊരു അവസരം കൂടിയായി. ഇത്രയേറെ സ്നേഹത്തോടെ ഒരുമയോടെ ലോക മലയാളികളാകെ നമ്മുടെ നാടിനെയും നമ്മുടെ സഹോദരങ്ങളെയും ഉള്ളിൽ കരുതുന്നുണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളായിട്ട് ഈ ദുരന്തങ്ങൾ മാറി. ലോകം ഒരുപക്ഷെ മലയാളിയെ ആദരിക്കുന്നത്, മലയാളിയോട് സ്നേഹം കാണിക്കുന്നത്, മലയാളിയോട് അത്ഭുതം കാണിക്കുന്നത് ഈ കോവിഡ് വന്നപ്പോഴും ഈ പ്രളയം വന്നപ്പോഴും അവർ കാണിച്ച ഒത്തൊരുമയിലാണ്. രാഷ്ട്രീയം മറന്നു, മതം മറന്നു, എല്ലാവരും ഒന്നാണെന്ന വല്ലാത്തൊരു വൈകാരിക ബോധം അവരെ ഭരിച്ചു. പക്ഷേ ലോകം അത്ഭുതത്തോടെയാണ് മലയാളത്തെ ഇങ്ങനെ കണ്ടത്. നമ്മളെല്ലാവരും പറയും മലയാളം എന്ന് പറയുന്നത് ഭാഷയോട് സ്നേഹമില്ലാത്തവരാണ്, നാടിനോട് സ്നേഹമില്ലാത്തവരാണെന്നൊക്കെ ഇങ്ങനെ വെറുതെ നമ്മൾ തമ്മിലിങ്ങനെ നമ്മളെ പറയാറുള്ളൂ കേട്ടോ. പുറത്ത് മലയാളികളെ കുറിച്ച് ഇത്തരം കുറ്റങ്ങളൊന്നും ആരും പറയാറില്ല. മലയാളികൾ തമ്മിൽ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും മലയാളത്തിൻ്റെ സാംസ്കാരിക ഗരിമ എന്താണ്, അവരുടെ സ്നേഹഗരിമ എന്താണ്, വൈകാരിക തീവ്രത എന്താണ്, അവർക്ക് നാടിനോടും നാട്ടാരോടുമുള്ള സ്നേഹം എന്താണ്. പ്രവാസികൾ പ്രത്യേകിച്ചും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് രാജ്യത്തിന് പുറത്ത് എവിടെയൊക്കെയോ കഷ്ടപ്പെടുകയാണ്. ഒരുപക്ഷെ നമുക്കിവിടെ നിന്നൊരു വിചാരമുണ്ട് അവർ സുഖിച്ച് കഴിയുകയാണെന്ന്. അതെ അതെ. പക്ഷെ അവര് നമ്മളോടാണ് അസൂയയോടെ കാണുന്നത്. കാര്യം അവർക്കിഷ്ടപ്പെട്ട നാട്ടിൽ കഴിയുകയാണ് നമ്മൾ. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മളുടെ ഐക്യവും നമ്മളുടെ ഗൃഹാതുരത്വത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള നന്മകളും ഒക്കെ ഭംഗിയായി കലാശിക്കുന്നത്.
അപ്പോൾ മലയാളി എക്കാലവും എന്തുകൊണ്ടും മാതൃകാ സമൂഹമാണ് എന്ന് തെളിയിക്കാൻ കൂടി ഇത്തരം അസന്നിഗ്ധ ഘട്ടങ്ങൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ അങ്ങുൾപ്പെടെയുള്ള കവികളുടെ ഏറ്റവും വലിയ ഈ പല പ്രകൃതിയിൽ നിന്ന് പല വിഷയങ്ങൾ നിങ്ങൾ എടുക്കാറുണ്ടെങ്കിലും മഴ ഒരു വലിയ വിഷയമാണ് എക്കാലത്തും, അല്ലെ? എല്ലാ കവികളെയും മോഹിപ്പിച്ചിട്ടും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു പ്രകൃതി പ്രതിഭാസമാണ് മഴ. പക്ഷെ ഈ ഒരു ദുരന്തത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് അതിനൊരു ഇത് പറയാനുള്ളത്? ഞാൻ മഴയെ കുറിച്ച് ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. പുര ചോരുമ്പോൾ മഴയെ പഴിക്കും, പുതുമാളികക്കാരൻ മഴയെ ആസ്വദിക്കും. ഒരു കുയിലിന്റെ ശബ്ദം നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ സെൻസിറ്റീവായ ഒരാൾ വല്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം പോലും ചിലപ്പോൾ അലോസരം ഉണ്ടാകും. ഒരു മാളികയുടെ മുകളിൽ ഇരുന്ന് മഴയെ ആസ്വദിക്കാൻ കൊള്ളാം, പക്ഷെ പുര ചോരുമ്പോൾ മഴ വല്ലാതെ സങ്കടമാണ്. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവത്തിന്റെ ഒരു തലത്തിൽ നിന്ന് വേണം പ്രകൃതിയെ പോലും നമുക്ക് നോക്കിക്കാണാൻ. ഇപ്പൊ അങ്ങയുടെ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത നിരവധി കാര്യങ്ങൾ അങ്ങേക്ക് അവകാശപ്പെടാൻ പറ്റും. ഒരേ സമയം സിനിമ ലോകം, നാടക സംഗീത രംഗം, അതുപോലെ ആൽബം, അത് ഭക്തിഗാന ശാഖ ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, ഇല്ലേ? ഏകദേശം 4200-ലധികം ഗാനങ്ങൾ രചിച്ചുകൊണ്ടൊരു റെക്കോർഡ് തന്നെ അങ്ങയുടെ പേരിലുണ്ട്. ഈ ഒരു നേട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശരിക്കും തുടക്കത്തിൽ വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു അപൂർവമായ നേട്ടം കൈവരുമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിലുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. എന്നെ പോലെ ഒരാൾക്ക് ഒരു സിനിമയിൽ പാട്ടെഴുതാൻ പോലും ആഗ്രഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നതും. സ്വപ്നം കാണാനൊക്കെ ഒരു മടിയാണ്. സ്വപ്നം കാണുമ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു നാണം ഉണ്ടാവുമായിരുന്നു. ഒരു 1-2 നാടകത്തിൽ പാട്ടെഴുതി എൻ്റെ ആഗ്രഹമൊന്നും സാധിച്ചേക്കാം. ആ ആഗ്രഹം തന്നെ ഉണ്ടായത് വയലാറിൻ്റെ വീട്ടിൽ എല്ലാ തുലാം 10-നും അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനത്തിന് പോയി നിൽക്കുമ്പോഴുണ്ടാവുന്ന വല്ലാത്തൊരു വൈകാരിക തീവ്രതയിൽ നിന്നാണ് ആ ആഗ്രഹം തന്നെ ഉണ്ടായത്. എന്നേക്കാൾ സങ്കടപ്പെട്ട ഒരു കവിയെ ആരാധിക്കുന്നു ആൾക്കാർ. എന്നേക്കാൾ വ്യാകുലത അനുഭവിച്ച ഒരു സാധാരണക്കാരനായ കവി കഠിന പരിശ്രമം കൊണ്ട് ലോകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവച്ചു എന്നുള്ളൊരു ചിന്തയാണ് നമ്മളെ എഴുതാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ 19 വയസ്സിൽ തന്നെ നാടകത്തിൽ പാട്ടെഴുതാൻ കഴിഞ്ഞു. ചേർത്തല ശൈലജ എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടുകാരൻ തന്നെയായ രാജൻ പി ദേവിൻ്റെ സമിതിയിൽ എഴുതി, വൈക്കം മാളവികയിൽ എഴുതി. പിന്നെയാണ് ഞാൻ കൊല്ലം അൻസാർ ലോഡ്ജ് ചെല്ലുകയാണ്. ഈ അൻസാർ ലോഡ്ജ് ചെല്ലുമ്പോൾ അൻസാർ ലോഡ്ജ് പണ്ടത്തെ കോടമ്പാക്കത്തേക്കാൾ വലിയ അത്ഭുതമാണ് നമുക്ക് സമ്മാനിച്ചത്. അവിടെ തന്നെ എല്ലാ മുറിയിലും വല്ലാത്ത സ്വാധീനമുള്ളവർ ഇരിക്കുകയാണ്. ഓരോ മുറിയിലും ഓരോരുത്തർ. ഒരു മുറിയിൽ വയലാർ നാടകവേദിയുടെ ഉമ്മൻകോശിയാണെങ്കിൽ മറ്റൊരു മുറിയിൽ കൊല്ലം ബാബു ഇരിക്കുന്നു, മറ്റൊരു മുറിയിൽ അജന്തയുടെ കരകുളം ചന്ദ്രൻ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മഹാരഥന്മാർ ഇരിക്കുകയാണ്. അവരാരും എനിക്ക് അവസരങ്ങളൊന്നും ആദ്യം തന്നില്ല. അപ്പം നാടകത്തിൽ പാട്ട് കുറച്ച് എഴുതണം എന്നുള്ളൊരു ആഗ്രഹത്തിനപ്പുറം വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന എന്നെ കാസറ്റ് രംഗത്ത് വന്നപ്പോൾ തരംഗിണിയും മാഗ്ന സൗണ്ട് ഉൾപ്പെടെയുള്ള വലിയ കമ്പനികൾക്ക് പാട്ട് എഴുതാനും, സിനിമയിൽ തന്നെ ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി രംഗത്ത് വരാൻ കഴിയും. തുടക്കം. പക്ഷെ ആ തുടക്കത്തിൽ 5 പുതുമുഖങ്ങളാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. ആർക്കും സിനിമ വല്ലാതെ കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു തലമായില്ല. എല്ലാവരുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് മാത്രം ഒരു 125 പടത്തിൽ പാട്ടെഴുതാനുള്ള അവസരം കാലം നൽകിയിട്ടുണ്ടെങ്കിൽ പ്രതിഭയുടെ ഒരു പകുട്ടിനേക്കാൾ അപ്പുറം അപാരമായ അനുഗ്രഹം എനിക്ക് ലഭിച്ചു. അല്ല, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരാൾ നാടക രചയിതാവായി വരുന്നു, അല്ലെങ്കിൽ നാടക ഗാനരചന രംഗത്തേക്ക് കടന്നു വരുന്നു, അയാൾ അവിടെ തന്നെ അങ്ങ് നിലനിന്ന് പോവുകയാണ്. അല്ലെങ്കിൽ ഈ ആൽബം രംഗത്തേക്ക് കടന്നു വരുന്നു, അവർ അതുമായി ഒതുങ്ങിക്കൂടാറാണ് പതിവ്. സിനിമാ ഗാനരംഗത്തേക്കുള്ളവർ കുറച്ചുകൂടെ ഒരു ഫെയിമിൽ അവർ അതിൽ പൊലിപ്പിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ താങ്കളുടെ ഒരു ഫ്ലെക്സിബിലിറ്റി, ഈ പറഞ്ഞതുപോലെ നാടകം എഴുതുന്നു, അത് കഴിഞ്ഞ് ആൽബം എഴുതുന്നു, സിനിമ എഴുതുന്നു, വീണ്ടും ആൽബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൽബം എഴുതുന്നു, ഇപ്പോഴും നാടകം വന്നു കഴിഞ്ഞാൽ താങ്കൾ നാടകത്തിലേക്ക് പോകുന്നു. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ഒരു ചെറിയ നാടകത്തിൽ പാട്ട് എഴുതി രംഗത്ത് വന്നത് കൊണ്ടുണ്ടായ ഒരു വഴക്കമാണത്. ആദ്യം എനിക്ക് ലഭിച്ച തുച്ഛമായ പ്രതിഫലമുള്ളത് കൊണ്ടാണ് ഇപ്പോഴും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഒരു വാശിയും പിടിക്കാത്തത്. 30 വർഷം തന്നെ ഇങ്ങനെ അക്ഷരോപാസന കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞു. ഒരു മോഹൻലാൽ ചിത്രത്തിൽ പാട്ടെഴുതുന്ന ആ വർഷം തന്നെ ഞാനൊരു ബാലയ്ക്കും പാട്ടെഴുതും, ഒരു നാടൻ പാട്ടും എഴുതും, കാസറ്റിൽ എഴുതും. എല്ലാം ഒരേ തരത്തിൽ വൈകാരിക തീവ്രതയോടെ കൊണ്ടാടും.
അതുകൊണ്ടൊരു ഗുണമുണ്ടായത് നാടകത്തിൽ തന്നെ മഹാരഥന്മാരുമായിട്ട് എനിക്ക് സിനിമയിൽ എത്തി സജീവമായതിനു ശേഷം സഹകരിക്കാൻ കഴിഞ്ഞു. സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ നാടകത്തിൽ കിട്ടാൻ കാരണം അതാണ്. സിനിമയിൽ കിട്ടുന്ന പ്രതിഫലമോ ഒന്നും ലഭിക്കില്ല നാടകത്തിലെന്ന് ഓർത്തിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതിരുന്നാൽ എന്നെ രംഗത്ത് കൊണ്ടുവന്ന, എനിക്കൊരു മേലുല്ലാസം ഉണ്ടാക്കി തന്ന നാടക രംഗത്തെ ഞാൻ മറന്നു പോകുമല്ലോ. അപ്പൊ ആ രംഗത്ത് എനിക്ക് മഹാരഥന്മാരായ ഒത്തിരി പേരുമായി സഹകരിക്കാൻ കഴിഞ്ഞു. വലിയ വലിയ ആൾക്കാർ, സംഗീത സംവിധായകരാണെങ്കിൽ തന്നെ മരിച്ചുപോയ 5 പേരുമായി സഹകരിച്ച എൻ്റെ തലമുറയിലെ ഏക ആളാണ് ഞാൻ. അത് പിന്നെ എം കെ അർജുനൻ മാഷ്, കുമരകൻ രാജപ്പൻ, ഫ്രാൻസിസ് വലപ്പാട്, വൈപ്പിൻ സുരേന്ദ്രൻ, കലവൂർ ബാലൻ, പിന്നെ ഇങ്ങോട്ടുള്ള ഒരുപാട് സംഗീത സംവിധായകർ വേറെയുണ്ട് ജീവിച്ചിരിക്കുന്നവർ. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, ഈ 3 മേഖലകളിൽ അങ്ങക്ക് ഒരു സ്വകാര്യം എന്ന് തോന്നുമ്പോൾ, പേഴ്സണലൈസ് ചെയ്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഇതാണെന്ന് ഏതെങ്കിലും മേഖല തോന്നിയിട്ടുണ്ടോ? ഞാൻ വീട്ടിലേക്ക് ഓടിക്കയറി ഇതിൽ കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഇങ്ങനെ കഴിക്കുന്ന ഒരു പ്രതീതി നാടകത്തിൽ പാട്ട് എഴുതുമ്പോൾ ഉണ്ടാകാറുണ്ട്. അവിടെ സ്വന്തം പിന്നെ എത്ര നാട്ടിടവഴികളിലാണ് ഒരു നാടകത്തിന്റെ സെറ്റ് നേടി അതിന്റെ ക്യാമ്പിലേക്കൊക്കെ പോയി അലഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഒരുപാട് ഈ പറഞ്ഞതുപോലെ തിരുത്തെഴുത്തുകൾ വേണ്ടി വരില്ല എന്നുള്ള ഇതുകൊണ്ടാവാം അല്ലെ, സിനിമയിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് തിരുത്തെഴുത്തുകൾ ആവശ്യപ്പെട്ടേക്കാം. ഈ പാട്ടിന് തിരുത്ത് ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു ഈഗോയും ഇല്ലാതെ സമ്മതിക്കുക എന്നുള്ളതാണ് ഗാനരചയിതാവിന്റെ വിജയം. കാര്യം പാട്ട് എന്റേതല്ല, അതൊരു സംഘകലയാണ്. എങ്കിലും അതിന്റെ ആദ്യത്തെ ബീജാവാപം എന്ന് പറയുന്നത് ഈ എഴുതുന്ന ആളുടെയാണ്. തീർച്ചയായിട്ടും എന്റെ വികാരവും എന്റേതായ ഒരു മനോഭാവത്തിനും ഭാവനയ്ക്ക് മുകളിലാണ് ബാക്കിയെല്ലാം കെട്ടിപ്പടുക്കുന്നത്, സംഗീതമായാലും ആലാപനമായാലും. അത് അടിയറ വയ്ക്കാതെ സംവിധായകരുടെയും തിരക്കഥാകൃത്തിന്റെയും സംഗീത സംവിധായകന്റെയും ഒക്കെ അഭിപ്രായത്തെ വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ള സംഭവം കൂടി ഉണ്ട്. അല്ലാതെ നമ്മൾ എഴുതുന്നത് തന്നെ അവിടെ ഫിക്സ് ചെയ്യാൻ ഒക്കൂ. അതുപോലെ കവിത എഴുതി വീട്ടിരുന്നാൽ മതി. അപ്പൊ ഗാനരചന ഒരു സംഘകലയാണ്, എല്ലാവരുടെയും കൂടിയാണ്. അല്ല, അതുകൊണ്ടാണ് ഈ ഒരു ത്രിവേണി സംഗമമാണെന്ന് പറയാറുണ്ട്. ഈ ഗാനം ഒരു ഗാനം അതിന്റെ പൂർത്തീകരണത്തിലെത്തുമ്പോൾ ഈ 3 പ്രതിഭകളുടെയും സർഗവിലാസം അതിൽ നമുക്ക് തെളിഞ്ഞു കാണാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പണ്ട് കാലത്ത് ഓരോ കാലങ്ങളിൽ ഓരോ കോംബോ വന്നിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു വഴകിയ ദേവരാജൻ, വയലാർ, യേശുദാസ് കൂട്ടുകെട്ട്, അതുപോലെ ഭീഭാസ്കരൻ മാസ്റ്റർ, ശ്രീകുമാരൻ തമ്പി, അങ്ങനെ ഒരുപാട് പേര് വരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുതിയ തലമുറയിലുള്ള ആൾക്കാർ വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ 3 പതിറ്റാണ്ടുകളിലായിട്ട് താങ്കൾ ഈ മേഖലയോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഈ മേഖലയിൽ കാണപ്പെട്ട ഒരു ഏറ്റവും വലിയ മാറ്റം എന്തുവാണ് ഈ ഒരു 3 പതിറ്റാണ്ടിന് ഇപ്പുറത്തേക്ക് എത്തി നിൽക്കുമ്പോൾ? ജീവിതം തന്നെ മാറിപ്പോകുന്നുണ്ടല്ലോ. 3 പതിറ്റാണ്ടുകൾ ജീവിച്ചിരുന്നവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം പാട്ടിലും ഉണ്ടായിട്ടുണ്ട്. അല്ല, ഈ പാട്ടിന്റെ ക്വാളിറ്റി, ഇത് ഉണ്ടാക്കുന്ന ക്വാളിറ്റി മീൻസ് ഇതിന്റെ റെക്കോർഡിംഗ് ക്വാളിറ്റി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു നല്ല പാട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അതിന്റെ ഒരു വേദന എന്തായാലും താങ്കൾക്കറിയാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രമേ നിലനിൽക്കൂ. ആഡംബരങ്ങൾ ആഘോഷകരമാണ്. അതെ, എല്ലാ ആഡംബര കാര്യങ്ങളും നമുക്ക് ആഘോഷിക്കാൻ കൊള്ളാം. ആലോചിക്കണമെങ്കിൽ അക്ഷരത്തിന്റെ ആ ആത്മാംശം പവർ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതവുമായി ബന്ധപ്പെടാത്തതൊന്നും നിലനിൽക്കില്ല. ഈ വരച്ചു വെച്ച വാഴയിലാണ് സത്യൻ പിടിച്ചുകൊണ്ട് പാടുന്നത്. വരച്ചു വെച്ച തെങ്ങിലാണ് സത്യൻ ചാരി നിൽക്കുന്നത്. നസീർ ചാരി നിൽക്കുന്നത് വരച്ചു വെച്ച ഒരു ഗൗളി തെങ്ങിലാണ്. നമ്മളിത് കണ്ടു കൂവാഞ്ഞത് ജീവിതമാണ്. ഇത് ജീവിതമായിരുന്നു. അതുകൊണ്ട് അതിലെ സാങ്കേതികമായ അപര്യാപ്തകളൊക്കെ നമ്മൾ മറന്നുപോയി. അല്ല, ഞാൻ ചോദിച്ചത് ഒന്നുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ ഈ പാട്ടിന്റെ ക്വാളിറ്റി, ഇതിന്റെ രചനകളിലുള്ള ക്വാളിറ്റി, ഇപ്പം വയലാർ എഴുതി വെച്ചത് അല്ലെങ്കിൽ താങ്കളുടെ തലമുറ, ഗിരീഷ് പുത്തഞ്ചേരി ഉൾപ്പെടെ ഉള്ളവർ വരെ എത്തി നിൽക്കുന്ന ഒരു തലമുറ എഴുതി വെച്ച ഒരു, നമുക്ക് അതിനെ ഉപമിക്കാൻ പറ്റില്ല, അതിനോട് ഒന്നിനൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പുതിയ തലമുറ, ന്യൂ ജനറേഷൻ, ഒരുപക്ഷെ അവർക്ക് പാട്ട് പോലും വേണമെന്നില്ല സിനിമയിൽ, അവർക്ക് ഈ താളത്തിനൊത്തങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ എല്ലാത്തിനും ലോജിക്ക് നോക്കുന്ന ഒരു ഭാരതീയ സമൂഹമുണ്ട്. ഇപ്പോൾ വേലക്കാരിയായ ഒരു ക്യാരക്ടർ BMW കാറിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പോവും. വേലക്കാരി അംഗീകരിക്കാൻ തയ്യാറാവില്ല. SI കയ്യിൽ എടുത്തുകൊണ്ട് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ SIക്ക് മാനസിക അസുഖം ഉണ്ടെന്നേ പറയൂ. അല്ലേ? പക്ഷേ SIക്ക് എവിടെ ഇരുന്നും പാടാം, ആർക്കും എവിടെ ഇരുന്നും പാടാം. പാട്ടിന് വല്ലാത്ത ഒരു ലോജിക്കില്ലായ്മയുണ്ട്. അതാണ് അതിന്റെ സൗന്ദര്യം. മനസ്സിലായില്ലേ? അത് നമ്മുടെ ഇതിഹാസങ്ങളൊക്കെ കവിതയായതുകൊണ്ട് അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ ഒരു ഗാന സംസ്കാരമുണ്ട്, ഒരു കാവ്യ സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് പാട്ട് എപ്പോഴും ജീവിതത്തോട് കൂടുതൽ അടുത്ത് റിയലിസ്റ്റിക് ആവണമെന്ന് ശഠിച്ചാൽ പാട്ട് മരിച്ചു പോകും. പാട്ട് മാത്രം കാൽപ്പനികമാണ്.
കാരണം ആ കാൽപ്പനിക ഭംഗിയിലാണ് ആ പാട്ട് നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ കാൽപ്പനിക ഭംഗിയില്ലാതെ, ജീവിതവുമായി കൂടുതൽ ബന്ധമില്ലാതെ പാട്ട് സിനിമ പോലെ റിയലിസ്റ്റിക് ആണോ എന്ന് ആരെങ്കിലും ശഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പാട്ടിൻ്റെ മരണമാണ്. ഒരു ഉദാഹരണം പറയാം. 200 കോടി ക്ലബിൽ കയറി ഒരുപാട് പടങ്ങളുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിലെ താരങ്ങളെയൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അതെ, ആ സിനിമ നമുക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ അതിലെ പാട്ടറിയില്ലല്ലോ. അതെ, അതെ. ആ പാട്ട് പുറത്തിറങ്ങുമ്പോൾ പോലും 4 പാട്ടുണ്ട്, ഏത് പാട്ട് അറിയില്ല. ഒരു റിയാലിറ്റി ഷോയിൽ പാടാൻ വരുന്ന ഒരു 18 താഴെയുള്ള കുട്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ഏതെന്ന് ചോദിച്ചാൽ പുതിയ താരങ്ങളുടെ പേരാണ് അവർ പറയുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് ചോദിച്ചാൽ പുതിയ ഇറങ്ങിയ സിനിമയാണ് അവർക്ക് ഇഷ്ടം. പക്ഷെ അവർക്ക് പാടാൻ ആ സിനിമകളിൽ പാട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഈ സിനിമകളുടെ ഒരു നിർമ്മാണ രീതി ഇവിടെ മാറിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ സാങ്കേതികമായി വളരെയധികം മേന്മ ഉണ്ടാക്കുന്ന സിനിമകളാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. സിനിമയുടെ പ്രൊഡക്ഷൻ സ്റ്റൈൽ ആകെ മാറി, സിനിമയുടെ ക്വാളിറ്റി മാറി, ഇതിലുള്ള സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറി. അപ്പോഴും നമ്മൾ ഈ പിശുക്ക് കാണിക്കുന്നത് ഈ പാട്ടിൻ്റെ കാര്യത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം പണ്ടൊരു മലയാള സിനിമ ഇറങ്ങുമ്പോൾ ഒരു 7-8 പാട്ടുകൾ കൊണ്ട് സമ്പന്നമായിരിക്കും ആ സിനിമ. ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പാട്ടുകളിലൂടെയാണ് നമ്മൾ ആ സിനിമയിലേക്ക് എത്തുന്നത്. ഇന്ന് ഒരു സിനിമ കാണുമ്പോൾ പാട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സിനിമ കാണുമ്പോഴേ അറിയുന്നുള്ളൂ. ആ പാട്ടുകളൊന്നും തന്നെ ആ തിയേറ്റർ വിട്ട് ഇറങ്ങുന്ന ഒരാളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. അല്ല, പാട്ട് എപ്പോഴും ഈ സിനിമയിലൂടെ കടന്നു പോകുന്നതാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ള അല്ല പാട്ട്. ഇപ്പം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന പാട്ട് ആ സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ലല്ലോ. അതെ, അതെ. പിൽക്കാലത്ത് ആ സിനിമയിലെ പ്രവർത്തകരെല്ലാവരും മൺമറഞ്ഞു പോയിട്ടും ഒരു കാലാതിവർത്തിയായ സന്ദേശം മാനവകുലത്തിന് സമ്മാനിക്കുകയാണ്. ലൈൻ ബസ് എന്ന സിനിമയിൽ നായികയും കൂട്ടുകാരികളും കൂടി യാത്ര പോവുകയാണ്. ഇടയ്ക്ക് വണ്ടി കേടായി പോയിട്ട് വണ്ടി നന്നാക്കാൻ ഇവർ പുറത്തിറങ്ങുകയാണ്. യാത്രക്കാർ പുറത്തിറങ്ങുമ്പോഴാണ് അദ്വൈതം ജനിച്ച നാട്ടിൽ എന്ന പാട്ട്. ഒരു ബന്ധവുമില്ല, സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, രണ്ടല്ല എല്ലാം ഒന്നാണെന്ന വല്ലാത്ത വേദാന്തം പറഞ്ഞ നാട്ടിൽ 1000 മതങ്ങളും 1000 ജാതികളുമാണെന്ന് മഹാകവി വയലാർ പറയുകയാണ്. അപ്പോൾ വയലാറിൻ്റെ ഒരു ദർശനം ഒരു സിനിമയിലൂടെ കടന്നു വരികയാണ്. ഇത് സിനിമയിലൂടെ കടന്നു വന്നില്ലെങ്കിൽ ചിലപ്പോൾ കാലാതിവർത്തിയാകാനുള്ള ഭാഗ്യം ആ സൃഷ്ടിക്ക് ഉണ്ടാവില്ല. അപ്പൊ സിനിമ വല്ലാത്തൊരു ശക്തമായ മാധ്യമമാണ്. പക്ഷെ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല സിനിമയിലെ പാട്ടുകൾ എന്ന് തോന്നിയാൽ മാത്രമേ ശക്തമായ സിനിമാ പാട്ടുകൾ ഉണ്ടാവൂ. അല്ലെങ്കിൽ അത് സിനിമയിലൂടെ തന്നെ കടന്നു പോകും. സിനിമയ്ക്ക് വേണ്ടിയാണ് പാട്ട് ആത്യന്തികമായി സംവിധായകന്റെ അഭിപ്രായത്തിൽ. പക്ഷെ സംവിധായകന് തന്നെ ഒരു ദർശനം ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ അതുപോലെ ഈ റീ റിലീസിങ്ങിന്റെ ഒരു കാലമാണ്. ഇപ്പോൾ ദേവദൂതൻ രണ്ടാമത് വന്നു. അതുകൊണ്ട് ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് 5.5 കോടിയോളം അതിൻ്റെ കളക്ഷൻ, ആഗോള കളക്ഷനിൽ എത്തിച്ച്, ഒരു പക്ഷേ ആ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ അത്രയും കളക്ഷൻ കിട്ടിയിട്ടില്ല. ഇത് സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരിക്കൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കലയ്ക്ക്, നല്ല കലകൾക്ക് മരണമില്ല, അത് എന്നും ഇവിടെ നിലനിൽക്കുന്നതുപോലെ. കാര്യം ഒരു പുതിയ ജനറേഷനാണ് ഇത് കാണുന്നത്. അന്ന് ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ടില്ലാത്തവരാണ് പലരും നാളെ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു 25 വർഷത്തിന് ശേഷം കുമ്പളങ്ങി നൈറ്റ്സ് പോലത്തെ നല്ല പടങ്ങൾ അടുത്ത തലമുറ കാണുമായിരിക്കാം. അപ്പോൾ നമുക്ക് സമകാലികമായി സംഭവിക്കുന്നതിനെ ക്ലാസിക്സ് എന്ന് പറയാൻ ചിലപ്പോൾ മടിയുള്ളവരുണ്ടാവാം കുറേ നാൾ കഴിഞ്ഞിട്ട്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ 24 വർഷത്തിന് മുമ്പ് എഴുതിയ എൻ്റെ ആദ്യത്തെ സിനിമാ പാട്ട് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. അതിലെ തിങ്കൾ നിലാവിൽ മുന്തിരിവാവ എന്നൊക്കെ പാട്ടൊക്കെ, സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയെ 2 പതിറ്റാണ്ടായി. അപ്പോൾ ഈ 20 വർഷത്തിന് ശേഷം ഈ പാട്ട് ജനങ്ങൾക്ക് അറിയാമെങ്കിൽ 20 വർഷത്തെ ആയുസ്സുള്ള പാട്ടാണ്. പക്ഷെ അത് അന്ന് തർക്കിക്കരുത്, എഴുതുമ്പോഴേ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു കൃതിയുടെ മാർക്കിടേണ്ടത്, അതിൻ്റെ ആയുസ് കൽപ്പിക്കേണ്ടത് കാലമാണ്. അപ്പോൾ കാലം തീരുമാനിക്കട്ടെ ഏതാണ് ക്ലാസിക്സ് എന്ന്. എല്ലാം സമകാലികമായി സംഭവിക്കുന്നതെല്ലാം ക്ലാസിക്സ് അല്ല. ഒരു കാലത്തും എല്ലാം ക്ലാസിക്സ് ആയിട്ട് ജനിച്ചിട്ടില്ല. അതെ. ഇപ്പോൾ സാമവേദത്തിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു. ഈ പണ്ടൊക്കെ അയ്യപ്പ സീസൺ അല്ലെങ്കിൽ ഈ ശബരിമല കാലമായാൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഗംഗയാറ് ഉറക്കുന്നവരുടെ HMV റെക്കോർഡ്സിൻ്റെ സ്ഥിരം കുറേ ആൽബങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 20 പതിറ്റാണ്ടിനപ്പുറം MG ശ്രീകുമാറിൻ്റെയൊക്കെ കാലം വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ സാമവേദം ഉൾപ്പെടെയുള്ള ഒരുപിടി ഗാനങ്ങൾ അത് ഇന്നും ശബരിമലയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു സമയത്ത് മണ്ഡലകാലമായാൽ ഈ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും, പക്ഷേ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ പോലും ഞാനത് കേട്ടിട്ടുണ്ട്. ഈ ആ പാട്ടുകളുടെ വരികളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? കാര്യം ആ ആൽബത്തിൽ 1-2 പാട്ടേ താങ്കൾ എഴുതിയിട്ടുള്ളൂ. ആ 2 പാട്ടും ഹിറ്റുമാണ്. സ്വാമി അയ്യപ്പൻ എന്നായിരുന്നു ആൽബം. 2003 തോന്നുന്നു അല്ലേ? അതെ, ഏകദേശം 21 വർഷം, 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിൽക്കുകയാണ്. MG ശ്രീകുമാറാണ് അതിന് കാരണം. ശ്രീകുമാറേട്ടൻ എന്നെ
ഒരു അല്ല വലിയ അതിലെ വരികൾ കുറച്ച് താങ്കൾക്ക് എന്തോ ഫീൽ ചെയ്ത് എഴുതിയതുപോലെ തോന്നിയിട്ടുണ്ട്. കലികാലം പാർത്ത ദൈവമേ നീ തന്നതല്ലോ എൻ ജീവിതം എന്ന് ചോദിക്കുമ്പോൾ അത് ഓരോ മനുഷ്യനും ചോദിക്കുന്നതാണ്. ആ നടയിൽ പോയി നിൽക്കുമ്പോൾ ഓരോ മനുഷ്യനും ചോദിക്കുന്ന ചോദ്യമാണത്. വലിയൊരു സത്യമുണ്ട് അതിനകത്ത്. അതില് പിന്നെ മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല് കരയിൽ സ്വാമി തൻ പൊന്നണി വീട്. സ്വാമിക്ക് പമ്പയൊരു പൂണൂല് എൻ്റെ ആത്മാവല്ലയോ കോവില്, മനസ്സാകും പുലിമേലെ വാഴണേ എന്നൊരു വരിയുണ്ട്. നമ്മുടെ ഒരു വൻപുലിയാണ് നമ്മുടെ മനസ്സ്. അതിന്റെ പുറത്ത് അയ്യപ്പൻ കയറി ഇരുന്നാൽ മര്യാദയ്ക്ക് നമ്മൾ അഹങ്കാരം ഇല്ലാതൊക്കെ ജീവിക്കും. അല്ലെങ്കിൽ നമ്മളെ ആരൊക്കെയാണെന്ന് തോന്നലിൽ ഇങ്ങനെ വലിയ ഗമ കാണിക്കും. അയ്യപ്പൻ നമ്മുടെ ആ പാട്ടിന്റെ ഒരു തോട്ടം അങ്ങനെ മ്യൂസിക് വന്നതിന് ശേഷം മ്യൂസിക് ഇട്ടിട്ട് അതില് എം ജി ശ്രീകുമാർ താഴികക്കുടം തങ്കനിലാക്കുടം സ്വാമിയേ എന്നിങ്ങനെ വെറുതെ ഡമ്മിങ് പാടിത്തന്നു. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ഒരു അമ്മാവനുണ്ട്, അമ്മാവൻ ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നിട്ട് ഈ ട്യൂണുമായിട്ട് ഒരു മൂലയിൽ മാറിയിരുന്നു പാട്ടെഴുതി അമ്മാവനോട് യാത്ര പറഞ്ഞ് ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് ഇരുന്ന് ജനിച്ച പാട്ടാണ്. SS ഡീറ്റിൽ വന്നിട്ട് ശ്രീകുമാരേട്ടന് കൊടുക്കുന്നു. ഒരു പാട്ട്, ഒരു കാസറ്റിൽ 10 പാട്ട് ഞാൻ തന്നെ എഴുതുമെന്ന് ശാഠ്യം പിടിച്ചിരുന്ന മഹാകവി S രമേശൻ നായർ എനിക്ക് വേണ്ടി വഴിമാറി തന്നു. ശ്രീകുമാരേട്ടൻ്റെ നിർബന്ധപൂർവ്വം വാത്സല്യത്തോടെ 2 പാട്ട് എഴുതാൻ അനുവദിച്ചു. S രമേശൻ നായരോടൊപ്പം അങ്ങനെ ഒരു ഗാനരചയിതാവ് കൂടി ഒരു കാസറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് അപൂർവമായ ഒരു ചരിത്രമാണ്. അപ്പൊ എന്നെ അനുഗ്രഹിച്ചു അദ്ദേഹം. അപ്പൊ സാറിന്റെ ബിംബകൽപ്പനകൾ അത്ഭുതം, പിന്നെ കൽപ്പനകളുടെ അജുംബിതത്വം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന കവിയാണ് S രമേശൻ നായർ. അപ്പൊ അദ്ദേഹവുമായിട്ട് കൂടെ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് താഴെ പോകരുതെന്നുള്ള വല്ലാത്തൊരു പ്രാർത്ഥന കൂടി ആ പാട്ടിനെ നല്ലതാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ പാട്ടിനെ കുറിച്ച് പിന്നീട് കുറെ അത്ഭുത കഥകളും ഉണ്ടായിട്ടുണ്ടല്ലേ. സംസാരിക്കാൻ പാടില്ലാതിരുന്ന ഒരു കുട്ടി. ഞാനിങ്ങനെ ഒരു ദിവസം തിരുവനന്തപുരത്ത് ശാന്തിഗിരി ആശ്രമത്തിൽ എൻ്റെ സതീർത്ഥന പൂർവാശ്രമത്തിലെ എൻ്റെ സഹപാഠിയാണ് സ്വാമി ഗുരുരത്നം ജ്ഞാനദർശി. ഞങ്ങൾ 1 മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. ചേർത്തലയിലെ കടക്കരപ്പള്ളി എന്ന ഗ്രാമത്തിൽ നല്ല ബുക്ക് പോലും ഒക്കെ വായിക്കാൻ കിട്ടാതെ സ്വപ്നം കണ്ട് ജീവിച്ച 2 പേർ. അപ്പം ഞാൻ സ്വാമിയെ കാണാൻ ഇങ്ങനെ എപ്പോഴും ചെല്ലാറുണ്ട്. സ്വാമിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു അമ്മയും കുട്ടിയും അച്ഛനും കൂടി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അവർ ആദ്യമായി ഏകദേശം 12 വയസ്സ് വരെ സംസാരിക്കാതിരുന്ന കുട്ടി, അമ്മയെന്ന് പോലും സംസാരിക്കാത്ത കുട്ടി സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നാണ് ആദ്യമായി സംസാരിച്ചത്. ശബ്ദം പോലും ഇല്ലാതെ പല ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ശബ്ദം പുറത്തേക്ക് വരാതിരുന്ന കുട്ടി. അപ്പം തന്നെ എം ജി ശ്രീകുമാറിന്റെ പാട്ടാണല്ലോ. പാട്ട് എപ്പോഴും ഗായകന്റെയും താരത്തിൻ്റെയൊക്കെ ആണല്ലോ. തീർച്ചയായിട്ടും എം ജി ശ്രീകുമാറിൻ്റെ അടുത്ത് ചെന്നു. അങ്ങയുടെ പാട്ട് പാടി എൻ്റെ കുഞ്ഞിന് ശബ്ദം കിട്ടിയെന്നാണ് അമ്മ കരഞ്ഞുകൊണ്ട് സന്തോഷ കണ്ണീര്. അപ്പം തന്നെ എം ജി ശ്രീകുമാർ പറഞ്ഞു, ഞാനാണ് ആ പാട്ട് പാടിയതെങ്കിലും നിങ്ങൾ ഉച്ചരിച്ച ആ ശബ്ദം എഴുതിയത് രാജീവ് ആലുങ്കലാണ്, അദ്ദേഹത്തെ പോയി ആദ്യം കാണൂ. എനിക്ക് എം ജി ശ്രീകുമാറിനുള്ള ഏറ്റവും വലിയ ബഹുമാനം അതിലാണ്. നമ്മള് പിന്നെ എല്ലാ ക്രെഡിറ്റും ഏറ്റുവാങ്ങി സ്വയം അഭിരമിക്കുന്ന ഈ ലോകത്ത് അക്ഷരം എഴുതുന്ന ഒരാൾ ഒരു മുറിയിലിരുന്ന് കൊണ്ടാടിയതാണ് ഈ പാട്ടിന്റെ ആത്മാവെന്ന് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയാണ്. അല്ല, സംഗീതത്തെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയും. അതാണ് എം ജി ശ്രീകുമാറിന്റെ ഒരു മഹത്വമാണ്. അതെ. അത് മാത്രമല്ല ഒരുപാട് നിർണായക ഘട്ടങ്ങളിൽ താങ്കൾക്ക് ഒരു മാർഗദീപമായി ശ്രീകുമാരേട്ടൻ മാറിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. വെട്ടം സിനിമയിലെ പാട്ട് എഴുതിയത് പോലും പ്രിയദർശനെ എനിക്ക് പരിചയപ്പെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ 3 ചിത്രങ്ങൾ. എം ജി ശ്രീകുമാർ സംഗീത സംവിധാനം ചെയ്ത ഒരു 10-12 സിനിമകളുണ്ട് പരസ്യമായിട്ട്. അല്ലാതെ തന്നെ അദ്ദേഹം സംഗീതം ചെയ്ത പല പടങ്ങളുണ്ട്. ഈ 12 സിനിമകളിൽ ഏകദേശം 10ലും എന്നെ കൊണ്ട് തന്നെ. അദ്ദേഹം നിർമ്മിച്ചൊരു പടമുണ്ട് അർദ്ധനാരി, അതിലും എന്നെ കൊണ്ട് എഴുതിച്ചു. ഇതൊക്കെ ചരിത്രമാണ്, വല്ലാത്ത സ്നേഹചരിത്രം ആണ് ഇതൊക്കെ, മഹത്തായ സ്നേഹചരിത്രം. ആരുമില്ലാത്തവന്റെ കൈ പിടിക്കാൻ ഒരുപക്ഷെ എൻ്റെ തലമുറയിൽ ഞാൻ യേശുദാസിനേക്കാൾ കൂടുതൽ കാണാൻ കൊതിച്ച ഒരു ഗായകന്റെ പേരാണ് എം ജി ശ്രീകുമാർ. ഞങ്ങൾ കിലോമീറ്ററുകൾ സൈക്കിൾ ചവിട്ടിയിട്ട് വാടക സൈക്കിളിൽ എത്രയോ കിലോമീറ്ററുകൾ കടന്നിട്ടൊന്ന് കാണാൻ കൊതിച്ച ഒരു ഗായകൻ എന്നെ അനുജനെ പോലെയോ സുഹൃത്തിനെ പോലെയോ തൊളയിൽ കൈയിട്ട് ഒത്തിരി പാട്ടുകളുടെ ഭാഗമാക്കിയ ഒരു അത്ഭുതമുണ്ട്. ഒരുപക്ഷെ ദാസാറിന് ഭാസ്കരൻ മാഷിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയാനുണ്ടാവുമല്ലോ, അതുപോലെ എനിക്ക് പറയാനൊരു വൈകാരിക ബന്ധമുള്ള ഒരു വല്ലാത്ത നല്ല സ്നേഹ സമ്പന്നനായൊരു ആളാണ് എം ജി ശ്രീകുമാർ. ഈ 2003 സ്വാമി അയ്യപ്പൻ ആൽബത്തിന് ശേഷം ഒരുപക്ഷെ 2-3 ആൽബങ്ങളിൽ നിങ്ങൾ അടുത്ത് വന്ന അയ്യപ്പ സീസൺ ആൽബങ്ങളിലെല്ലാം പിന്നീട് ഒരു 150ഓളം അയ്യപ്പ ഭക്തി ഗാനങ്ങൾക്ക് ഞാൻ ഒരുമിച്ച് ഭാഗമായി.
മകരം. ഗിരീഷ് പുത്തഞ്ചേരിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഐഭക്തി ഗാനം അദ്ദേഹത്തിന് വേണ്ടി എഴുതിയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ട്യൂൺ ഇട്ട് തരുമ്പോൾ തന്നെ എന്റെ മനസ്സ് ഉണരും. കാര്യം എന്നെ അംഗീകരിക്കുന്ന ഒരാൾ അടുത്തിരിക്കുന്നു, എന്റെ വരികൾ കൊള്ളാമെന്ന് പറയാൻ. എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീകുട്ടൻ ചേട്ടൻ ആദ്യം മ്യൂസിക് ചെയ്യുമ്പോൾ എസ് കുമാർ എന്ന് മാത്രമേ കാസറ്റിൽ പേര് വെക്കാറുള്ളൂ. താങ്കൾ വന്നതിന് ശേഷമാണ് പുള്ളി പരസ്യമായി NG ശ്രീകുമാർ എന്ന് തന്നെ വച്ചു തുടങ്ങിയത്, സംഗീതമാലാപനം. അതെ, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, ഞാൻ ഈ അല്പം പ്രശസ്തന ആകുന്നതിനൊക്കെ മുമ്പ്, ജനങ്ങൾ കൂടുതൽ അറിയുന്നതിന് മുമ്പേ അദ്ദേഹം സ്റ്റാർ സിംഗറിലൊക്കെ വന്നിരുന്ന്, രാജീവ് ആലങ്കൽ എന്നൊരു ഗാനരതാവുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് എനിക്ക് അടുത്തിരിക്കുമ്പോൾ തന്നെ വല്ലാത്ത ആനന്ദവും സന്തോഷവും അഭിമാനവും തോന്നുന്നൊക്കെ എൻ്റെ നാട്ടുകാർ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയാണ് എന്നെ തിരിച്ചറിഞ്ഞത്. അപ്പൊ എനിക്ക് വല്ലാത്ത വൈകാരിക ബന്ധമുള്ള രണ്ട് സംഗീത സംവിധായകരാണ്. ഒന്ന് M ജയേന്ദ്രൻ, അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് എനിക്ക് അവസരം നേടിയിട്ടുണ്ട്. ഒരു സംഗീത സംവിധായകന്റെ കാരുണ്യമില്ലാതെ ഒരു ഗാനരതാവിന് സിനിമയിൽ നിലനിൽക്കാനാവില്ല, വെറുതെ വേദാന്തൊക്കെ പറയാം. അപ്പോൾ എന്നെ തിരിച്ചറിയുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാകുമ്പോഴാണ് എന്നിലെ എഴുത്തുകാരൻ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതുപോലെ ഈ രവീന്ദ്രൻ മാസ്റ്ററുമായിട്ട്, അദ്ദേഹവുമായിട്ടും അങ്ങ് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു അനുഭവം? കാര്യം രവീന്ദ്രൻ മാസ്റ്ററിന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇനി അത് ആർക്കും സാധിക്കാത്ത കാര്യമാണ്. അതായത് എൻ്റെ വീടിന്റെ അടുത്ത് കണ്ടമംഗലം എന്നൊരു ക്ഷേത്രമുണ്ട്. മതജാതി ഭേദങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരെയും സ്നേഹത്തോടെ കരുതുന്ന ഒരു ക്ഷേത്രത്തിന്റെ പേരാണ് കണ്ടമംഗലം. ചേർത്തലയ്ക്ക് അടുത്താണ്. ഒരു മുസ്ലിം യുവതിയെ ദത്തെടുത്ത് പരിപാലിപ്പിക്കുന്നുണ്ട്. ഊമയും ബധിരയുമായിട്ടുള്ള ഒരു സ്ത്രീ. അപ്പോൾ അത്രയ്ക്ക് മഹത്വം. ആ അമ്പലത്തിൽ ഞാനൊരു ഭക്തിഗാനം എഴുതി. അതിനുശേഷം രവീന്ദ്രൻ മാഷിനെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഞാൻ രവീന്ദ്രൻ മാഷിനെ ചെന്ന് കാണുകയാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം എൻ്റെ ആവശ്യം കേട്ടപ്പോൾ തന്നെ സമ്മതിച്ചു. വലിയ പ്രതിഫലമൊന്നും ഇല്ലാതെ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടി. അങ്ങനെയാണ് ആദ്യത്തെ പാട്ട് രവീന്ദ്രൻ മാഷുമായിട്ട്. ആകെ വലിയ ഭാഗ്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ടും M ജയേന്ദ്രനുമായിട്ടും ജയവിജയുമായിട്ട് കുറെ ലളിതഗാനങ്ങൾ. അദ്ദേഹം ലളിതഗാനങ്ങളൊന്നും ചെയ്യാത്ത കാലത്ത് ഭക്തിഗാനങ്ങളോടൊപ്പം തന്നെ ഏകദേശം 10-40ഓളം ജയേന്ദ്രനും സുജാതയും ചിത്രയൊക്കെ പാടിയ ലളിതഗാനങ്ങൾ. അപ്പോൾ 90 തൊട്ട് ഒരു ഏകദേശം 2008 വരെയുള്ള ഒരു കാലത്ത് ഏകദേശം 1500ഓളം പാട്ടുകൾ പിറന്നു. അപ്പോൾ എൻ്റെ തലമുറയിൽ അത്ര സജീവമായി എൻ്റെ ഗുരുക്കന്മാരോടൊപ്പം സഞ്ചരിക്കാൻ ഒരു വലിയ ഭാഗ്യമാണ്. എൻ്റെ തലമുറയിൽ ആ ഭാഗ്യം എനിക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ആ സജീവത ഞാൻ സഞ്ചരിച്ചത് AV വാസുദേവൻ പോറ്റി, PC അരവിന്ദൻ, ചൊവ്വല്ലൂർ സാറ്, പള്ളിപ്പുറം മോഹനേന്ദ്രൻ, അങ്ങനെ വലിയ വലിയ ആൾക്കാർ പാട്ട് എഴുതണം. അച്ഛൻ്റെ പ്രായമുള്ളവരാണ് എല്ലാവരും. അപ്പോൾ അവരോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയും എനിക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. മഹാരഥന്മാർ നമ്മളെ ചേർത്ത് പിടിച്ചു. ഗിരീഷ് പുത്തഞ്ചേരിയുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയായിരുന്നു? ഞാൻ പാട്ടെഴുതുമ്പോഴൊക്കെ ഗിരീഷ് ചേട്ടൻ അത് ശ്രദ്ധിക്കുകയും കാണുമ്പോഴൊക്കെ എന്നെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ 2 മുറി അപ്പുറം ഇപ്പുറം മുറിയിരുന്നാണ് എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ് ഇവർ വിവാഹിതരായ. അദ്ദേഹം അത് അപ്പുറത്തെ മുറിയിൽ എഴുതുമ്പോൾ ഞാൻ ഇപ്പുറത്തെ മുറിയിരുന്ന് ഇനിയും കൊതിയോടെ കാത്തിരിക്കാം എന്ന ഭാര്യ ഒന്ന് മക്കൾ മുതലെ പാട്ട് എഴുതുകയാണ്. അപ്പോൾ അച്ഛനെ കുറിച്ച് വൈകാരികമായിട്ട് ഞാൻ എഴുതിയ പാട്ട് ആദ്യം വായിച്ചു നോക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അപ്പോൾ അമ്മ നിലാവിന്റെ കണ്ണാടി നോക്കി ഞാൻ അച്ഛന്റെ ഹൃദയം കണ്ടുവെങ്കിൽ, ആ നന്മയാം കടലിന്റെ അക്കരെ തെളിയുന്ന ഉണ്മയാം വെണ്മ എന്നിൽ തുളുമ്പിയെങ്കിൽ എന്ന് വായിച്ചു നോക്കിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അദ്ദേഹം. അതൊക്കെ വല്ലാത്ത സ്നേഹമുള്ള ഓർമ്മയാണ്. അതുപോലെ കൈതപ്രം തിരുമേനിയും തിരുമേനിയും ഗിരീഷ് പുത്തഞ്ചേരിയും S രമേശൻ നായർക്കുമുള്ള പുഷ്കല ഒരു കാലം പിന്നീട് വന്നവർക്ക് കിട്ടിയിട്ടില്ല. അത് വേറൊരു കാലമാണ് എന്നോർത്ത് നമുക്ക് സന്താപങ്ങളൊന്നുമില്ല. കാര്യം നമ്മളും ഈ പറയുന്ന 2 പതിറ്റാണ്ട് കൊണ്ട് എഴുതിയ പാട്ടുകളിൽ ഏറെയും ഒരുപക്ഷെ മല്ലു സിംഗിലെയും റോമൻസിലെയും സൗണ്ട് തോമയിലെയും ഹാപ്പി വെഡിങ്ങിലെയും വെട്ടത്തിലെയും ഹരിഹരൻ പിള്ളയിലെയും ഭാര്യ ഒന്ന് മക്കൾ മൂന്നിലെയും ചട്ടക്കാരിയിലെയും അറബിയോട്ടത്തിലെയൊക്കെ പാട്ടുകളുണ്ടല്ലോ. ഈ പാട്ടുകളെല്ലാം എന്നേക്കാൾ പ്രശസ്തമാണെന്ന സന്തോഷം മാത്രമാണ് എനിക്ക്. ഈ നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ്റെ കേവല പ്രശസ്തിയുണ്ട്. അത് ഈ അഭിമുഖങ്ങളിൽ വാചകടിച്ച് കുറെ കഴിയുമ്പോൾ ഈ വാചകത്തിന്റെ ചൂടും എല്ലാം കഴിയുമ്പോൾ തീർന്നു പോകുന്നതാണ്. നമ്മൾ ഒരു സൃഷ്ടിയിലൂടെ നമ്മളെ ഓർക്കൂ. നമ്മുടെ മക്കളിലൂടെ അച്ഛനും അമ്മയും അറിയപ്പെടുന്ന ഒരു വല്ലാത്ത ചാരിതാർത്ഥ്യമില്ലേ? ആ ചാരിതാർത്ഥ്യമാണ് പാട്ടുകളിലൂടെ എന്നെ പോലെ ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്നത്. ദാസേട്ടനായിട്ടുള്ള ഒരു അനുഭവം എന്താണെന്ന് പറയാം? ദാസേട്ടനെ കാണാൻ വേണ്ടി എത്രയോ കാതങ്ങൾ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. ദൂരെ ഒരു വെള്ളപ്പൊട്ട് പോലെ പാടിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്റെ അടുത്തൊന്ന് എത്താൻ, ആ മനുഷ്യന്റെ ആ തരംഗിണിയിൽ തന്നെ
BMG തരങ്ങളിൽ തന്നെ അദ്ദേഹം ഓം ഗണനാഥം എന്ന ആൽബം, പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ, വഴിമാറി പോയൊരു ജന്മം തിരുമിഴി കാട്ടി നയിക്കുന്ന ഹേരമ്പൻ. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ വരികൾ കണ്ടിട്ട്? ചില വരികളൊക്കെ മാറ്റാനൊക്കെ പറയും, ഇത് ഇങ്ങനെ വേണ്ട ഇങ്ങനെ, അതായത് എല്ലാം എനിക്കെൻ്റെ അയ്യപ്പൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ എന്നുള്ള വാക്കൊന്നും അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. എളിമ പാട്ടിലുണ്ടാവണം എന്ന് എപ്പോഴും, സ്വാർത്ഥത പാടില്ല എന്നൊക്കെ പറയും. പിന്നെ പാട്ട് പാടാൻ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ എടുക്കാറുള്ളൂ, പക്ഷെ 4-5 മണിക്കൂറൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം. അതെ, ഈ പറയുന്നത് പോലെ നമ്മള് ഒരു രാത്രി അല്ലെങ്കിൽ 2-3 രാത്രികൾ ഉറക്കം വിളിച്ച് നമ്മുടെ ചിന്തയിലൂടെ വരുന്ന വരികളാണ്, അതിന് ജീവൻ നൽകുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ ആ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ഇപ്പൊ സൂപ്പർ സ്റ്റാറുകൾ നമ്മുടെ പിന്നെ പാട്ടിന് ചുണ്ടനക്കിയിട്ടുണ്ട്. AR റഹ്മാൻ ഉൾപ്പെടെയുള്ളവര് പാട്ടിന് സംഗീതം ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോഴൊന്നും ഉണ്ടാവാത്തൊരു അനുഭൂതി ദാസാറിനെ കണ്ടപ്പോഴും ഞാൻ എഴുതിയ ടൈറ്റാനിക്കിന്റെ മ്യൂസിക് ഡയറക്ടർ ജോൺ ആൾട്ടുമാന്റെ അടുത്തിരുന്ന് പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, ആകാശഗോപുരം, KP കുമാരസാറിന്റെ പടം. പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടായ അനുഭൂതികൾ എത്രയോ ഇരട്ടിയാണ്. ഗാനഗന്ധർവൻ നമ്മുടെ എഴുതുന്ന വരി അങ്ങ് പാടുന്നു. ഇപ്പൊ ആദ്യത്തെ സിനിമയിൽ തന്നെ മുന്തിരിവാവേ ആ പാട്ട് ആദ്യ സിനിമയിൽ തന്നെ ദാസാർ പാടുന്നു. പിന്നീടും കുറെ പാട്ട്, പ്രിയതമേ ശകുന്തള. അപ്പൊ യേശുദാസ് എന്ന് പറയുന്ന ഇതിഹാസം, ആ ഇതിഹാസത്തിന്റെ അറ്റത്ത് ഇങ്ങനെ നനഞ്ഞു നിൽക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യമാണ്, പൂർവജന്മ സുഹൃതമാണ്. വീണ്ടും ഒരു ഉത്സവകാലം കടന്നു വരികയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ദുരന്തമൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഓണം എന്ന് പറയുന്നത് മലയാളികൾക്ക് എന്നും ഉത്സവം തന്നെയാണ്. അപ്പോൾ ഈ പണ്ടുകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഉത്സവകാലങ്ങളുടെ വരവ് അറിയിച്ചിരുന്നത് തന്നെ ഗാനങ്ങളാണ്, തരംഗിണിയുടെ ആൽബംസ്. അത് ഓണം കാലമാകുമ്പോൾ ദാസേട്ടൻ്റെ ഓണം ആൽബംസ് വരും, മണ്ഡലകാലമാകുമ്പോൾ അത്തരം ആൽബംസ് വരും. പക്ഷേ ഇപ്പോൾ നമ്മളെ ഈ സമീപ ഭാവിയിൽ അങ്ങനെയുള്ള പാട്ടുകൾക്കോ സംഗീതത്തിനോ ഒന്നും വലിയ സ്ഥാനം കാണുന്നില്ല. സംഗീതത്തിൻ്റെ രംഗം തന്നെ മാറിപ്പോയത് കൊണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. കാലത്തിന്റെ ഒരു മാറ്റമാണ്. CD നിന്നുപോയപ്പോൾ തന്നെ പാട്ടിന്റെ പുഷ്കലകാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു സൃഷ്ടി, ഒരുപാട് പാട്ടുകളുടെ സൃഷ്ടി അതിന് സംഭവിക്കുന്നു. അല്ല, ഈ ശരിക്കും നമ്മൾ പറയുന്നത് ടെക്നിക്കലി ഡെവലപ്ഡ് ആണെന്ന് പറയും. അപ്പൊ യൂട്യൂബിന്റെ ഒക്കെ ആവിർഭാവത്തോടു കൂടിയാണ് ഈ CD വാങ്ങിച്ച് കേൾക്കുക അല്ലെങ്കിൽ കാസറ്റ് വാങ്ങി കേൾക്കുക എന്നുള്ളൊരു ശീലം മലയാളിക്ക് ഇല്ലാതായത്. ശരിക്കും യൂട്യൂബ് ഒരു വില്ലനാണോ ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? യൂട്യൂബ് പിന്നെ കുറെ പേർക്കൊക്കെ വരുമാനം ഉണ്ടാകുമെങ്കിൽ സാധാരണക്കാർക്ക് പാട്ട് കേൾക്കാനും അവരത് കാത്തിരിക്കാനും ഒക്കെയുള്ള സാധ്യത ഇല്ലാതായി. ഞാൻ 93-ലൊക്കെയാണ് രംഗത്ത് വരുന്നത്. അപ്പൊ എന്റെ തലമുറയ്ക്ക് മുമ്പാണ് ഈ ഓണപ്പാട്ടുകളുടെയൊക്കെ പുഷ്കലകാലം. അതെ അതെ, തരംഗിണിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി തന്നെ സാധാരണക്കാർ ആവണിപ്പൂക്കാലം എന്നൊക്കെ പറഞ്ഞു ഒരുപാട്. അപ്പൊ ഞങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഓണം എന്ന വാക്ക് വേണ്ട, ഉത്രാടം വേണ്ട, കാര്യം ഓണം കഴിഞ്ഞ് വിറ്റ് പോകണമെന്നുള്ള അവസ്ഥയായി. മാർക്കറ്റിംഗ് തന്ത്രമായി. അപ്പൊ ഒരു പാട്ടിന്റെ ഒരു പുഷ്കല കാലത്തിന്റെ ഒരു അവസാനമാണ് നമ്മളൊക്കെ ഓണപ്പാട്ടൊക്കെ എഴുതുക. അത് MG ശ്രീകുമാറിന് വേണ്ടിയൊക്കെ എഴുതാൻ കഴിഞ്ഞ ഓണപ്പാട്ടുകളാണ്. പിൽക്കാലത്ത് യൂട്യൂബിൽ ഒരു പാട്ട് മാത്രമായി. ഇപ്പൊ അങ്ങനെയാണ്, ഒരു പാട്ട്. ഇപ്പൊ ഈ വർഷം ചിത്രയുടെ ഓണപ്പാട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ ഓണത്തിന്റെ പ്രത്യേകത. ശരത്തിന്റെ സംഗീതത്തിൽ ശരത്തും ചിത്ര ചേച്ചിയും കൂടെ പാടിയ. അപ്പോൾ 22 വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്ര ചേച്ചിയുടെ ഓണപ്പാട്ട് ഞാൻ എഴുതുന്നത്. അതെ, 2002 ചിത്രവസന്തം എന്ന ആൽബത്തിലാണ് ജയേന്ദ്രൻ പാടിയ പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം എന്ന പാട്ടൊക്കെ ഉള്ളത്. രഘുകുമാറിന്റെ സംഗീതമായിരുന്നു. അപ്പൊ ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ചിത്രയുടെ ഒരു ഓണപ്പാട്ടിന്റെ ഭാഗമാവുകയാണ്. അത് ഒരു പാട്ടേ ഉള്ളൂ, അത് യൂട്യൂബിലാണ് വരുന്നത്. അതിന്റെ വരികൾ എന്താണെന്നുള്ളത് റിവീൽ ചെയ്യാൻ പറ്റും? അത് ഇപ്പൊ ഈ അഭിമുഖം കാണുമ്പോൾ തന്നെ അത് യൂട്യൂബിലുണ്ടല്ലോ. പുതിയ നല്ല ഒരു ഓണപ്പാട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വേറെയും ഓണപ്പാട്ടുകളൊക്കെ ഈ വർഷം ഇറങ്ങുന്നുണ്ട്. വേറൊരു ഓണപ്പാട്ട് ഹരിശങ്കർ പാടിയ ഒരു ഓണപ്പാട്ടാണ്, മുരളീകൃഷ്ണയുടെ ഈണത്തില്. അപ്പൊ ഇത്തവണ ഓണപ്പാട്ടുകൾ ഉണ്ട്, സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട്. സാംസ്കാരിക സമ്മേളനങ്ങളും വല്ലാത്തൊരു ആനന്ദമാണ്. പണ്ട് എല്ലാ ഗ്രാമങ്ങളിലും ഓരോ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു, നാട് ഉണരുന്നു ഇതായിരുന്നു. ഇപ്പൊ അതൊക്കെ വളരെ കുറവാണ്. ഈ ഓണത്തെ പറ്റി പറയുമ്പോൾ ഈ ആഘോഷങ്ങളുടെ ഈ എല്ലാത്തിലും മാറ്റം വന്നതുപോലെ ആഘോഷിക്കുന്ന രീതികളിലും മാറ്റം വന്നു. വായന, അതായത് മലയാളികളുടെ കൂടെ സഞ്ചരിച്ചിരുന്ന ഒരു കാര്യമാണ് വായന. നമ്മുടെ മലയാള സാഹിത്യം തന്നെ ലോകത്തോട്
ലോക ക്ലാസിക്കുകളോട് ഉപമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രചനകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. MD സാറായാലും തകഴിയായാലും ഒക്കെ ഇവിടെ കോറിയിട്ട അവരുടെ വരികൾ ഇന്നും ഓരോ മലയാളിയുടെ മനസ്സിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ ഈ വായനയിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാം തലകുമ്പിട്ട ബാല്യമാണ്. കാര്യം കുനിഞ്ഞിരുന്ന് സ്ക്രോൾ ചെയ്യുന്ന ഒരു ബാല്യമാണ് നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത്. ട്രെയിനിൽ പണ്ടൊക്കെ നമ്മൾ ട്രെയിൻ യാത്ര നടത്തുമ്പോൾ പുതിയ ആളുകളെ പരിചയപ്പെടുന്നത് ഓപ്പോസിറ്റ് ഇരുന്ന ഒരാൾ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ന്യൂസ് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആർക്കും ഈ പറഞ്ഞതുപോലെ തൊട്ടപ്പുറത്ത് ആരാണ് ഇരുന്നതെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സമയത്താണ് പോകുന്നത്. നമ്മളിപ്പോൾ ചേർത്തലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നു, നമ്മൾ നമ്മുടെ ഫോൺ എടുക്കുന്നു, എതിർവശത്തിരിക്കുന്ന ആൾ അയാളുടെ ഫോണിലൂടെ സഞ്ചരിക്കുന്നു. ഈ വായനയോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളും ഇവിടെ നശിച്ചു പോവുകയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു വായന അങ്ങനെ സജീവമല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയുമ്പോഴും പുസ്തക വായനയാണ് കുറഞ്ഞിരിക്കുന്നത്. ഡിജിറ്റൽ ആയിട്ടുള്ള വായന, അറിവൊക്കെ ഒരുപാട് സാധ്യതകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. എങ്കിലും ഇപ്പൊ അങ്ങ് ഇത്രയും എഴുതുന്നു, ഇത്രയും കാര്യങ്ങൾ എഴുതുന്നു. ഈ വായനയുടെ ഒരു സ്വാധീനമാണല്ലോ ഇത് പുറത്തു കൊണ്ടുവരുന്നത്, നമ്മുടെ ഉള്ളിലുള്ള എഴുത്തിനെ പുറത്തു. വായനയ്ക്ക് ഭാവന ഉണ്ടാക്കാൻ വായന ഒരു വ്യായാമമല്ല, അതൊരു പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവമാണ്. നമ്മളറിയാതെ നമ്മളെ ഉണർത്തുകയാണ്. അതാണ് നമ്മൾ വായിക്കുമ്പോൾ ഒരാൾ കടലിൽ ചാടി എന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്നവർക്കൊക്കെ പലതരത്തിലുള്ള വിഷ്വൽ ഉണ്ടാവുകയാണ്. പക്ഷെ വിഷ്വൽ കാണുന്നയാൾക്ക് ഒരു വിഷ്വലേ ഉള്ളൂ, ഈ 100 പേർക്ക് ഒരേ വിഷ്വൽ സമ്മാനിക്കുകയാണ്. അപ്പോൾ ഈ ഭാവന നമ്മളെ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തിക്കും. ഒരുപാട് പേർ നമ്മളെക്കാൾ സങ്കീർണമായൊരു ലോകത്ത് കഴിയുന്നുണ്ടെന്നൊരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വായനയാണ്. ഒരുപക്ഷെ വല്ലാതെ നിരാശാബോധത്തിൽ ഉണ്ടായിരുന്ന ഒരു ജനതയെ പ്രതീക്ഷിക്കാൻ പ്രേരിപ്പിച്ചത് വായനയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തലത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു ചെറിയ ഭാഷയുടെ പേരാണ് മലയാളം. ഒരു കുഞ്ഞ് പ്രദേശത്ത് ഉള്ള ഈ മലയാളത്തിലെ എഴുത്തുകാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരായിട്ട് ലോകം മുഴുവൻ ആരാധിക്കുന്നത്. പക്ഷേ അത്രത്തോളം അതിനെ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും തകഴിയോളം, മുകുന്ദനോളം, പെരുമ്പടവത്തോളം, പൊറ്റക്കാടിനോളം ഒക്കെ വലിയ എഴുത്തുകാർ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് അവകാശപ്പെടാൻ നമുക്ക് കഴിയണം. അത്ര വലിയ ഇതിഹാസങ്ങളാണ് അവർ എഴുതി വച്ചിട്ട് പോയിരിക്കുന്നത്. അതിനെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ഡിജിറ്റൽ വായനയ്ക്ക് അപ്പുറത്ത് പുസ്തക വായന തന്നെ എത്തിക്കണം. ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, വായന വല്ലാതെ വ്യാപിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, വായനശാലകൾ കൂടുന്നുണ്ട്. പക്ഷെ വായനയുടെ ആത്മാവറിഞ്ഞ് അതിലേക്ക് എത്തുന്ന തലമുറ പണ്ടത്തെ അത്ര ഉണ്ടോ എന്നറിയില്ല. കാര്യം ഈ തിരക്കുകൾക്കിടയ്ക്ക് അതിന് സാധിക്കുന്നില്ല പലർക്കും. അതുപോലെ തന്നെയാണ് ഈ പാട്ടിൻ്റെ കാര്യത്തിലും ഈ ഉള്ളറിഞ്ഞുള്ള എഴുത്തിൻ്റെ ഒരു ഇത് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ട്യൂൺ ഒപ്പിച്ചെഴുതി പോവുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതിന് ഋതമാണ് എല്ലാവർക്കും മുഖ്യം. ഒരു പാട്ടിൽ സിനിമ പാട്ട്, ന്യൂജൻ സിനിമകളെന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന സിനിമകളിൽ ഈ താളബോധം, ഇതിലുണ്ടാക്കുന്ന താളബോധത്തിനനുസരിച്ച് എന്തൊക്കെയോ വരികൾ എഴുതി പോകുന്നു. ഇംഗ്ലീഷും മലയാളവും ഒക്കെ കൂടിക്കലർന്നുള്ള ഒരു വരികൾ. ഇത് ശരിക്കും സംഗീതത്തിനോടുള്ള ഒരു വെല്ലുവിളിയല്ലേ ഇത്? അല്ല, ഇത് ജീവിതത്തോട് കൂടുതൽ അടുത്ത് സങ്കടപ്പെട്ട് അപഹാസ്യരായി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെട്ട എഴുത്തുകാർ പാട്ടെഴുത്തുകാരായി വന്നാൽ മാത്രമേ പാട്ടെഴുത്തിന് ഘനപ്പെട്ട സംഭാവന. അനുഭവത്തിൽ നിന്ന് എഴുതണം. ചെമ്മീനിലെ പാട്ട് ഈ ട്യൂണിട്ടല്ലേ എഴുതിയത്? മലർക്കൊടി പോലെ എന്ന് ഈ ട്യൂണിനൊപ്പിച്ചല്ലേ തമ്പിസാർ എഴുതിയത് അല്ലേ? സൗരയുദ്ധത്തിൽ വിടുന്നൊരു കല്യാണ സൗഗന്ധികമാണ് ഈ ഭൂമി എന്ന് ഈ ട്യൂണിനൊപ്പിച്ച് ON സാർ എഴുതിയതല്ലേ? ആ ട്യൂൺ കിട്ടിയപ്പോൾ ഇത്രയും അഴകുമുള്ള കവിത ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞത് ആ സാധ്യത തിരിച്ചറിയുന്ന കവിത്വ വരലുള്ളതുകൊണ്ടാണ്. ഒരു കൊല്ലത്തിപ്പെടേണ്ട ധർമ്മസങ്കടമാണ് എഴുതേണ്ടതെന്നും അതൊരു മൂവന്തിയിലാണെന്നും പറഞ്ഞപ്പോൾ ലോഹിതദാസ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആ ട്യൂൺ കേട്ടിട്ട് മൂവന്തി താഴ്വരയിൽ വെന്തുരുകുന്ന സൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീണു എന്ന് എഴുതിയൊരു കവി ഉണ്ടായിരുന്നു നമുക്ക്, ഗിരീഷ് പുത്തഞ്ചേരി. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ ഒരു കവിത്വം ഉണ്ടാവണം. ആ കവിത്വം ഉള്ളവർ ഈ ട്യൂണിൻ്റെ പോരായ്മകളെ അതിജീവിക്കും, സാധ്യതകളെ അതിജീവിക്കും, വളയത്തിലൂടെ ചാടി അഭ്യാസം കാണിക്കും. ഒരു ചെറിയ വളയമാണ്, പക്ഷെ ആ വളയത്തിൽ വല്ലാത്ത അഭ്യാസം കാണിക്കും. അല്ലാത്തവർ മൈതാനത്ത് വണ്ടി ഓടിച്ചാലും ഇടിക്കും. ചെറിയ ഒരു ഊടുവഴിയിലൂടെ അഭ്യാസി വണ്ടി ഓടിച്ച് വളരെ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകും, ഒരു അപകടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ട്യൂൺ കിട്ടുന്ന കവി ഒരു എഞ്ചിനീയർ കൂടിയാവും. ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് ആവും അവിടെ. വാക്ക് ഫിറ്റ് ചെയ്യുകയല്ല, വികാരത്തെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും വിതറുകയാണ് കവി ചെയ്യുന്നത്.
അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരുമയുടെ ഓണം ആണ് നമ്മൾ പറഞ്ഞ തുടങ്ങിയത്. അപ്പോൾ ആ ഒരുമയുടെ ഓണമുറ്റത്ത് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു അതിജീവനത്തിൻ്റെ കാലമാണ്. ഈ വർണ്ണവിസ്തം വിരിയിച്ചുകൊണ്ട് ഓണം വരികയാണ്. ഒരു 4 വരി ഇത് ഭാവാത്മകമായി പറയാമോ ഇതിനെക്കുറിച്ച്, ഈ 2 ഇതും കൂടെ വച്ചിട്ട്? കാലമെന്തോ കരുതി വച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മനസ്സും. കണ്ണുനീരിനും മധുരമുണ്ടായിടും, കാറ്റു ചൊല്ലുന്നു കാതോരം ഈ വിധം. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ രാജീവ് ആലുങ്കൽ, ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. നമസ്കാരം. നന്ദി, നമസ്കാരം, ഓണാശംസകൾ.